ദൈവം വിളിച്ചവരെ ആ ജീവൻ ലഭിച്ചവരെ ആ ഉണരുക വേഗം അണഞ്ഞിടും നാഥൻ മണവറ പോകുന്ന ദിനമടുത്തു നമ്മൾ മണവറ പോകുന്ന ദിനമടുത്തു ദൈവം വിളിച്ചവരെ ഉണർന്നിരിപ്പിൻ സോദരരെ സോദരരെ ഒരുങ്ങി നിൽപ്പിൻ മോദമുടെ മോദമുടെ ഉണർന്നിരിപ്പിൻ സോദരരെ സോദരരെ ഒരുങ്ങി നിൽപ്പിൻ മോദമുടെ മോദമുടെ എടുക്ക ദീപം തെളിച്ചിടുക നിവർന്നു തലകൾ ഉയർത്തിടുക ആ ദൈവം വിളിച്ചവരെ ആ ജീവൻ ലഭിച്ചവരെ ആ ഉണരുക വേഗം അണഞ്ഞിടും നാഥൻ മണവറ പോകുന്ന ദിനമടുത്തു നമ്മൾ മണവറ പോകുന്ന ദിനമടുത്തു ദൈവം വിളിച്ചവരെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യമാരുടെ സദൃശ്യം. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയും എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഈ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സംഭവത്തിൻ്റെ ചുരുക്കം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. 5 പേർ ബുദ്ധിയില്ലാത്തവർ എന്ന് പറയുന്നുവെങ്കിലും ബുദ്ധിയുള്ളവർ ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ അവരും ചെയ്യുന്നുണ്ട്. ഒരു വിഷയത്തിൽ മാത്രം അവർ ബുദ്ധിമോശം വരുത്തി, അതായത് കരുതേണ്ടത് കരുതിയില്ല. മണവാളം വരുവാൻ താമസം ഉണ്ടായപ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു, അതായത് 10 പേരും മയക്കത്തിലായി. അർദ്ധരാത്രി മണവാളം വരുന്ന ആർപ്പുവിളി കേട്ടു. 10 പേര് ഉണർന്നു തങ്ങളുടെ വിളക്കുകൾ തെളിയിച്ചു. രാത്രിയിൽ വിളക്ക് കത്തിയിരുന്നതിനാൽ വിളക്കിലെ എണ്ണ കുറഞ്ഞുപോയി. ഉടനെ എണ്ണ ശേഖരിച്ചവരോട്, എണ്ണയില്ലാത്തവർ നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് കൂടെ തരണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയ സമയത്ത് മണവാളം വന്നു. ഒരുങ്ങിയിരുന്നവർ മണവാളനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്ന് വാതിലടയ്ക്കുകയും ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ മറ്റേ കന്യകമാരും വന്നു. കർത്താവെ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും അറിയാത്തതുകൊണ്ട് ഉണർന്നിരിപ്പേ, അല്ലെങ്കിൽ ഒരുങ്ങിയിരിപ്പേ. ഇവിടെ ചില വിഷയങ്ങൾ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്, മറ്റുള്ളവരുടെ പക്കൽ ഉള്ളത് നോക്കി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരും കഴിയരുത്. 2, അർദ്ധരാത്രിയിൽ കടകളൊക്കെ അടച്ച സമയത്ത് എണ്ണ വാങ്ങാൻ പോയത് അതിർത്ത ബുദ്ധിമോശം. പോയതല്ലാതെ ലഭിച്ചതായി കാണുന്നില്ല. വാതിലടച്ച ശേഷം മുട്ടിയപ്പോൾ ലഭിച്ച മറുപടി ഭയാനകമായിരുന്നു. ഇന്നത്തെ ആത്മീയ സ്ഥിതി ഇത് കാണിക്കുന്നു. ആരംഭകാലത്ത് വളരെ നിറവിൽ ജ്വലിച്ച് പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നവർ പലരും മണവാളൻ്റെ വരവ് താമസിക്കുന്നുവെന്ന് കരുതി ലോകത്തിൽ മയക്കം പിടിച്ചു തുടങ്ങി. എല്ലാവരും മയക്കം പിടിച്ചത് തന്നെ ശരി തന്നെ, എല്ലാവരും ഉണർന്നു എന്നുള്ളത് ശരി. പക്ഷേ മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങി വന്ന് എണ്ണയില്ലാതെ പോയതുപോലെ ഓരോ വ്യക്തികളും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ആത്മനിറവ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടോ, അതോ ഒരിക്കൽ പകരപ്പെട്ട ആത്മാവ് ആകുന്ന എണ്ണ കുറഞ്ഞു പോകുന്നത് അറിയാതെ ഇരിക്കുകയാണ്. ശിംശോൻ്റെ മേൽ പകരപ്പെട്ട ആത്മാവിൻ്റെ ശക്തി ഓർന്നുപോയത് അറിയാതെ ശത്രുക്കൾ വന്നപ്പോൾ സടകുഴഞ്ഞ് എഴുന്നേറ്റുവെങ്കിലും ശക്തി നഷ്ടപ്പെട്ടവനായി ശത്രുക്കൾക്ക് കീഴടങ്ങേണ്ടി വന്നു. ഇതുപോലെ ആത്മീയരായ ഓരോരുത്തരും ആത്മശോധന ചെയ്യുന്ന സമയമാണിത്. എൻ്റെ ജീവിതത്തിൽ മണവാളനോടൊപ്പം അകത്ത് കല്യാണ സദ്യയ്ക്ക് ഇരിക്കാൻ ആവശ്യമായ എണ്ണ അല്ലെങ്കിൽ ആത്മനിറവ് എന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എത്ര വേദനാജനകമായ സംഭവമാണ് അവിടെ നടന്നത്. ഒന്നിച്ച് നടന്ന 10 പേർ, എല്ലാവരും കന്യമാർ. പക്ഷേ 5 പേർ ഒരു ഭിത്തിക്ക് അപ്പുറത്തും 5 പേർ ഒരു ഭിത്തിക്ക് ആ ഭിത്തിക്ക് തന്നെ ഇപ്പുറത്തുമായി നിൽക്കേണ്ടി വന്നു. ഇത് കേൾക്കുന്ന ആരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതെ
മറ്റുള്ളവരുടെ പാത്രത്തിൽ എണ്ണയെ ആശ്രയിക്കാതെ ജീവിതത്തിൽ കരുതേണ്ടത് കരുതി ഇവിടെ കയറി വരുവീൻ എന്നുള്ള നാഥൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവനോടൊപ്പം പറന്നു വരുവാനുള്ള ആത്മബലം ഏറ്റെടുത്ത് മുന്നേറാം. ഉണ്ടെന്നും തീരില്ല എന്നും, അതായത് ലഭിച്ച രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ള ചിന്തയിൽ മുന്നേറാതെ ജീവിതത്തിലുണ്ടായിരുന്നത് കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ആത്മപരിശോധനയിൽ മുന്നേറുവാൻ ഏവർക്കും സർവശക്തൻ ഇടയാക്കട്ടെ. ആരും കൈവിടപ്പെടുവാനിടയാകാതെ ശക്തി നഷ്ടപ്പെട്ട ശിംശോനെ പോലെ ഒരിക്കൽ കൂടി ശക്തി ലയിപ്പാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം ഈ ചിന്തയാൽ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.